എല്ലാവർക്കും ലതാസ് വേഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ആദ്യമായിട്ടുണ്ടായ ഗാക്ക് ഫ്രൂട്ടാണ് കേട്ടോ. ഈ കായ നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് കുരു വാങ്ങിച്ച് മുളപ്പിച്ച് ഈ കായ ഉണ്ടായത് വരെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ പൂവുണ്ടാവണ ചെടിയാണ് കേട്ടോ. ചെടിയുടെ പേര് എനിക്കറിയില്ല. ഇതിൽ ചിലപ്പോൾ ഒരു പൂവുണ്ടാവും, ചില സമയത്ത് 3, ചിലപ്പോൾ 4, ചിലപ്പോൾ 5, അങ്ങനെ അത് മൊട്ട് എത്ര കൂടുതലുണ്ടാവണം അതിനനുസരിച്ച് ഉണ്ടാവും. ഇതിനിപ്പോൾ പൂവില്ലാത്ത സമയത്തും ഇതിങ്ങനെ 2 ഭാഗത്തേക്ക് ഇല വളർന്ന് നിൽക്കണതാണ്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇതിന്ന് ധാരാളം തൈകൾ പൊട്ടുണ്ട്. അത് നമ്മളിപ്പോൾ അതാ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ കാണാം. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചെറിയ വേരുകൾ അതിലുണ്ടാവും. അത് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ തൈകൾ ഉണ്ടാക്കുന്നത്. ഇതാണ് ഈ സൈസിലുള്ള തൈകളാണ് നമ്മളിപ്പോൾ സെയിലിന് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ 1 നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശ്രീലങ്ക മുല്ല എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതിലിങ്ങനെ വയലറ്റ് നിറത്തിലുള്ള പൂക്കളുണ്ടാവും. ഇതിപ്പോൾ 1, 2 ഉള്ളൂ, പക്ഷേ ഇത് കൊലകൊലിയായിട്ടും ഉണ്ടാവാറുണ്ട്. ഇത് നല്ല വെയിലത്ത് വെച്ചാൽ നിറച്ച് പൂക്കൾ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതൊരു അലങ്കാര വാഴയാണ് കേട്ടോ. ഇതിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല, ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ ഭംഗി. ഇത് വലിയ ഇലകളായിട്ട് നിൽക്കുമ്പോൾ ഇത് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പ്ലാന്റ് നിൽക്കണ പോലെ തോന്നുള്ളൂ. ഇതിൻ്റെ ഇലകൾ പെട്ടെന്നൊന്നും വാടിപ്പോവില്ല, എത്രയോ നിന്നാലേ ഒന്ന് പഴുക്കുള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് ഇത്രയും വലിയ ഇലകളാണ്. ഒരു പുഴുക്കയുടെ കാര്യങ്ങളൊന്നും ഇതിനില്ല. ഇത് ബോർഡർ സെറ്റ് ചെയ്യാനും അതുപോലെ നിറച്ചിങ്ങനെ വരിക്ക് വെച്ചാൽ ഭയങ്കര ഉയരത്തിൽ വരും നിലത്ത് വയ്ക്കുമ്പോൾ. ഇതാണിപ്പോൾ ഇതിലിപ്പോൾ 2 തൈകളാണ് പൊട്ടി ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉണ്ടാവും, നമ്മളിത് മാറ്റി കൊടുക്കണം. ഇത് അല്ലെങ്കിൽ ഇത് വളരെ കൂടുതലാവും. ഇതിപ്പോൾ ഞാൻ മാറ്റിയിട്ട് താഴത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വീട്ടിൻ്റെ ഒരു ഭാഗത്ത് നിലത്ത് വെച്ചാൽ ഇത് പെട്ടെന്ന് വലുതാവും. അപ്പോൾ ഈ ഹൗസ് വാമിംഗ് ഉള്ളവരൊക്കെ നമ്മളുടെ അടുത്ത് വണ്ടി എടുത്ത് വന്നിട്ടാണ് ഈ വലിയത് മേടിച്ചുകൊണ്ട് പോകുക, അല്ലാതെ കൊറിയർ അയക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പല പല സൈസിലാണ് അലങ്കാരവാഴയുടെ തൈകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ റേറ്റ് പറഞ്ഞു തരാം കേട്ടോ. ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നിറച്ച് കൂട്ടം കൂടി ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഇന്ന് നിൽക്കുന്നത്. ഇത് ഒരു തൈയല്ല, നിറയെ തൈകളാണ് ഇതിൽ. ഇത് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതേപോലെ ഉള്ള ഒരു ചെടിയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതിൽ ചിലപ്പോൾ 4 ഇല, 5 ഇല, 6 ഇല വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഒരു തൈ വെച്ചാൽ പെട്ടെന്ന് നിറഞ്ഞ് വരും ചട്ടിയിൽ. ഇത് ഡ്രസീനയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഒരു കമ്പോ ഒരു തയ്യോ ഒക്കെ വെച്ചാൽ നിറച്ച് ഉണ്ടായി വരും. ഇതിപ്പോൾ തൈകൾ ഇതിൽ നിറയെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇത്തിരി നല്ല വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഇത് വാടാർമല്ലിയുടെ തൈകളാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ വിത്തിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഈ കളറാണ് കേട്ടോ നമ്മുടെ വീട്ടിലിപ്പോൾ ഉള്ളത്. ഇത് ചുവപ്പും വെള്ളയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളുടെ അടുത്ത് ഇപ്പം ഇല്ല, കൊടുന്ന് പിടിപ്പിക്കുന്നേ ഉള്ളൂ. ഇത് ചട്ടിയിൽ ഇതാണ് ഞാനിപ്പോൾ കൊടുക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഞാനിവിടെ വീട്ടിൽ പറിച്ച് വെച്ചതാണ്. ഇത് നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലച്ചെടിയാണ് കേട്ടോ. വലിയ പരിചരണമൊന്നും ആവശ്യമില്ല, നന്നായി ഉണ്ടാവും. ഇതൊരു വെള്ള പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതിലെല്ലാ ദിവസവും പൂക്കൾ ഉണ്ടാവും, പക്ഷെ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ, പിറ്റേന്ന് അത് വാടിപ്പോവും, പിന്നെ വേറെ പൂക്കൾ ഉണ്ടാവും. അപ്പോൾ എന്ന് നോക്കിയാലും ഇതിൽ പൂക്കൾ കാണാം. ഇതിൻ്റെ റോസും എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതിപ്പോൾ കൊടുക്കാനായിട്ട് അങ്ങോട്ട് റെഡി ആയിട്ടില്ല, ഞാൻ പിടിപ്പിക്കുന്നേ ഉള്ളൂ. ഇത് മഞ്ഞ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഒരെണ്ണം നമ്മൾ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നിറയെ പൊട്ടിയിട്ട് തൈകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് വേറെ ചട്ടികളിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഇതും പല പല സൈസിലാണ് കേട്ടോ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ആവശ്യക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അത് ഏത് സൈസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വില പറയാൻ പറ്റും. ഇനി അടുത്തത് ഗ്രീൻ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. ഇതും അത്ര ചെറുതൊന്നുമല്ല നമ്മളുടെ അടുത്ത് ഉള്ളത്, ഇത്തിരി വലിയ സൈസൊക്കെ തന്നെയാണ്. എന്നാലും നമ്മളത് 30 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ നമുക്കിത് വളർത്താൻ പറ്റും കേട്ടോ. നല്ലൊരു ചെടി തന്നെയാണ്.
ഇനി ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഒരു ചെറിയൊരു തൈ വെച്ചതാണ്. ഇപ്പം ഇതിൽ ചട്ടിയിൽ അങ്ങോട്ട് നിറഞ്ഞുണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരുപാട് തൈകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് തൈകൾ സെയിലിന് ഇട്ടതാണ്. ഇത് നമ്മുടെ ഒടിച്ചുകുത്തി എന്ന് പറയുന്ന ഒരു തൈ ഉണ്ടല്ലോ, ഒരു ചെടി ഉണ്ടല്ലോ, ഒരു ഔഷധ ചെടിയാണത്. അതിൻ്റെ ഒരു വെരിഗേറ്റഡാണ് ഇത്. ഇത് നമ്മൾ കമ്പ് കുത്തിയാൽ നിറച്ച് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ വെയിലത്തൊക്കെ നിറച്ച് 2-3-4 ചട്ടിയിലായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഒരു അലങ്കാര ചെടി അത്രയേ ഉള്ളൂ. അടുത്തത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് മദർ പ്ലാന്റിനോട് സമയം വരുന്ന രീതിയിലുള്ള തൈകൾ തന്നെയാട്ടോ ഉള്ളത്. റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അത്ര ചെറുതൊന്നും അല്ല, ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെയാണ്. ഇതും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണെന്ന് നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ തന്നെയാണ് ഇത് നിൽക്കണ കണ്ടാൽ. നല്ല തണൽ വേണം ഇതിന്. വെയിലത്ത് വെച്ചാൽ ഇത് പെട്ടെന്ന് ഒരു വാട്ടാണ്. ഇത് പിന്നെ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ 5-6 തൈകളുണ്ട്, ഒന്നല്ല. ഇത് നമുക്ക് ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണിത്. ഇതിന് നമുക്ക് തണലത്ത് വെച്ചിട്ട് തന്നെ കേട്ടോ വളർത്താൻ പറ്റുള്ളൂ. ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിർത്തിയാൽ നല്ല പച്ചപ്പിലുണ്ടാവും. ഇതൊരു പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതൊരു വയലറ്റ് പൂവാണ് ഇതിന് ഉണ്ടാവുക. ഇതിപ്പോൾ അങ്ങനെ പൂവാനായിരിക്കണം, കൊഴിഞ്ഞ് പൂവാനായിട്ടുണ്ട്. അത് ഉണ്ടായി വരുന്നന്ന് നല്ലൊരു വയലറ്റ് കളറാണ്. ഇതിപ്പോൾ കൊഴിഞ്ഞ് പൂവാനായതുകൊണ്ടാണ് ഇങ്ങനെ. ഇതിന് പൂക്കളെക്കാളും ഭംഗി ഇതിൻ്റെ ഇലകൾക്കാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കൂട്ടം കൂടിയിട്ട് ഇലകൾ നിൽക്കുന്നത് കാണാൻ. ഇതിപ്പോൾ ഒരു തൈയല്ല, ഇതിലിപ്പോൾ കുറച്ച് അധികം തൈകളുണ്ട്. പിന്നെ ഇത് മുറികൂട്ടി എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും മുറിയൊക്കെ ആയാൽ അത് പൊട്ടിച്ച് അതിൻ്റെ നീരൊഴിച്ചു കൊടുത്താൽ നല്ല സമാധാനം ഉണ്ടാവും. നമ്മളിവിടെ അത് ചെയ്യാറുണ്ട്. ഇത് ഒരു തണ്ട് വെച്ചാൽ നിറയെ ആയിട്ടുണ്ടാവും. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും വളർത്താം. നമുക്കിങ്ങനെ ചട്ടിയിലും താഴത്ത് വളർത്താം. കുറേ ആകുമ്പോൾ ഇങ്ങനെ വെട്ടി കൊടുത്ത് നിർത്തിയാൽ മതി. ഇത് കലേഡിയത്തിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിനുള്ളത്. പക്ഷേ തണൽ മാത്രമാണ് ഇതിന് പറ്റുക. ഇത് വെയിലത്ത് നിന്ന് അതിൻ്റെ ഇലകൾ പെട്ടെന്ന് വാടുന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ചെടിയൊക്കെ ഉണ്ടാവും. നിറയെ പെട്ടെന്ന് ഇതിൽ കുട്ടികൾ ഉണ്ടായി വരും. ഇപ്പം നിറച്ച് തൈകളാണ് ഇതിൽ. അപ്പോൾ അതിന്ന് കുറച്ചെടുത്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ഇത് സുഗന്ധി, കല്യാണ സൗഗന്ധി എന്നൊക്കെ പറയും. ഇതിലിപ്പോൾ പൂക്കളില്ല. അതുകൊണ്ടാണ് നമ്മൾ സൈഡിൽ ഇതിൻ്റെ പൂക്കളുടെ പിക്ചർ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇത് ഇത്ര വലുതല്ല. ഇതിൽ കാണിക്കുന്ന ഈ ചെറിയ തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യണത് കേട്ടോ. ഇതൊരു ഫിലോഡെൻഡ്രോൻ്റെ ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ദേവദാരും മരത്തുമ്മലാണ് ഇപ്പോൾ ഇത് കയറ്റി കൊടുത്തിട്ടുള്ളത്. അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ താഴെയും ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക. നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. പെട്ടെന്ന് ഇത് വള്ളി പോലെയായിട്ട് വലുതാവുന്നത്. അതേപോലെ ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്. ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഫേണാണ്. ഇതിൻ്റെ തൈകളും നമ്മുടെ അടുത്തുണ്ട്. ഇത് ഒരു ചെറിയ തൈ വെച്ചാൽ പെട്ടെന്ന് ഇതിന്ന് വേരുന്ന് പൊട്ടിയിട്ട് കുഞ്ഞു തൈകൾ വരും. ഇതിപ്പോൾ ഒന്നല്ല, ഇതിൽ കുറച്ച് തൈകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ മാറ്റി കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന തൈകളിൽ ചിലപ്പോൾ 3 ഇല അല്ലെങ്കിൽ 4 ഇല, ചിലപ്പോൾ 5 ഇല വരെ ഉണ്ടായിന്നിരിക്കും. അങ്ങനത്തെ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ തൈകളും നമ്മളുടെ അടുത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ചട്ടിയിൽ നിറഞ്ഞുണ്ടാവുന്നതാണ്. ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഒരു ഭംഗിയാണ്. അധികം വെയിലത്ത് വെക്കാതെ നോക്കേണ്ടതാണ് ഈ പ്ലാന്റ്സൊക്കെ. അടുത്തതൊരു ഡ്രസ്സീന വെറൈറ്റിയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കട്ടിങ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടോയെന്ന്. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം.